അധ്യായം 12. പാപക്ഷമയുടെ വ്യവസ്ഥയും വിതച്ചത് കൊയ്യുന്ന നിയമവും. പ്രിയ സ്നേഹിത, മനുഷ്യൻ കാണാതെ നിനക്ക് മറഞ്ഞിരിപ്പാൻ കഴിയും. എന്നാൽ സകല ഹൃദയങ്ങളെയും അറിയുന്നവനായ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നും നിനക്ക് മറഞ്ഞിരിപ്പാൻ കഴിയുകയില്ല. നിന്റെ പാപം നിന്നെ കണ്ടെത്തുന്നതിന് മുമ്പ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ വിശുദ്ധീകരണം പ്രാപിക്കുവാൻ ശ്രമിക്കുക. ക്രിസ്തീയ ജീവിതത്തിലെ 7 തരത്തിലുള്ള പോരാട്ടങ്ങളിൽ പാപത്തോടുള്ള പോരാട്ടത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ചത്. വർത്തമാനകാല രക്ഷയോടുള്ള ബന്ധത്തിൽ പാപത്തോടുള്ള പോരാട്ടത്തെക്കുറിച്ച് ഇനി ചിന്തിക്കാം. ആത്മാവിൻ്റെ ഭൂതകാല രക്ഷ നേടിയ ഓരോ വ്യക്തിയും, അഥവാ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്കു വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. എബ്രായ ലേഖനം 10-ാം അധ്യായം 26-ാം വാക്യം. മാത്രവുമല്ല, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവനെന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. ഇപ്രകാരമുള്ള വ്യക്തി എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമായി തീരുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. വർത്തമാനകാല രക്ഷയ്ക്കു വേണ്ടി പോരാടി തോറ്റാൽ 2 വിധ പ്രമാണങ്ങളെ നേരിടേണ്ടി വരും. 1. പാപക്ഷമയുടെ വ്യവസ്ഥ. 2. വിതച്ചത് കൊയ്യുന്ന നിയമം. 1. പാപക്ഷമയുടെ വ്യവസ്ഥ. ആത്മാവിൻ്റെ രക്ഷ അഥവാ ഭൂതകാല രക്ഷ നേടിയ ഒരുവൻ പാപം ചെയ്താൽ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ്റെ അടുത്ത് ചെന്ന് പാപങ്ങളെ ഏറ്റുപറയണമെന്നാണ് വ്യവസ്ഥ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യം. ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യം. ഈ പ്രക്രിയയ്ക്ക് ശുദ്ധീകരണം എന്ന് പറയുന്നു. ശുദ്ധീകരണം പൂർത്തിയായിരിക്കുന്നത് ശിക്ഷയോടുകൂടെയാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു. നാം ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നമ്മോട് പെരുമാറും. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 5-6 വാക്യങ്ങൾ. നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ദൈവം ശിക്ഷിക്കുന്നു. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. എബ്രായ ലേഖനം 12-ാം അധ്യായം 11-ാം വാക്യം. പാലസ്തീൻ നാട്ടിൽ പഴയകാലത്ത് ആടുകളെ മേയ്ക്കുന്ന ഒരു ഇടയൻ്റെയും ആടിൻ്റെയും കഥയാണ് 23-ാം സങ്കീർത്തനത്തിലൂടെ ദാവീദ് പാടിയിരിക്കുന്നത്. ഒരാൾക്കുണ്ടായിരുന്ന ആടുകളിൽ ഇടയനെ അനുസരിക്കാത്ത ഒരാട് വഴിതെറ്റിപ്പോയാൽ കൂടെയുള്ളതിനെ ഉപേക്ഷിച്ച് കാണാതെ പോയതിനെ തേടി ഇടയൻ ഇറങ്ങി പുറപ്പെടുന്നു. കണ്ടുകിട്ടിയാൽ ആടിനെ വീണ്ടെടുത്ത് ആടിനോട് ക്ഷമിച്ച് മറ്റാടുകളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യും. 3 പ്രാവശ്യം ഇടയനെ അനുസരിക്കാതെ പോയാൽ ആടിനോട് ഇടയൻ ക്ഷമിക്കും. എന്നാൽ 4-ാം പ്രാവശ്യവും ആട് ഇപ്രകാരം ആവർത്തിക്കുമ്പോൾ ഇടയൻ്റെ സമീപനത്തിന് വ്യത്യാസമുണ്ടാവും. രാത്രിയിൽ പന്തവും കത്തിച്ച് വേട്ടപ്പട്ടികളുമൊത്ത് കുന്നുകളും താഴ്വരകളും കയറിയിറങ്ങി വളരെ ബന്ധപ്പെട്ട് ഒടുവിൽ ആടിനെ കണ്ടെത്തുന്നു. പിന്നീട് ചെയ്യുന്നത് ആദ്യം അതിൻ്റെ മുമ്പിലത്തെ വലത്തെ കണങ്കാൽ തല്ലിയൊടിക്കും. ആട് അലറിക്കരയുമ്പോൾ സാരമില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അതിനെ തോളിലെടുത്ത് തിരികെ വന്ന് ഒടിവ് ചേർത്തുവെച്ച് കെട്ടി എണ്ണയും വീഞ്ഞും പകർന്ന് പ്രഥമ ശുശ്രൂഷ ചെയ്യുന്നു. തുടർന്ന് 5 സെന്റ് പച്ചയായ പുൽപ്പുറം തിരഞ്ഞെടുക്കുന്നു. അതിൻ്റെ അതിർത്തി നിശ്ചയിച്ച് കിഴക്ക് വശത്ത് തൻ്റെ വടിയും പടിഞ്ഞാറ് വശത്ത് തൻ്റെ കോലും തെക്കുവശത്ത് തൻ്റെ പുറങ്കുപ്പായവും വെച്ചിട്ട് മുറിവേറ്റ ആടിനെ
പുൽപ്പുറത്തിൻ്റെ നടുവിൽ കിടത്തുന്നു. മറ്റ് ആടുകൾ അതിർത്തി ലംഘിക്കുവാൻ ഇടയൻ സമ്മതിക്കില്ല. കാലൊടിഞ്ഞ ആടിൻ്റെ ശത്രുക്കളാണവ. കിടന്ന സ്ഥലത്തെ പുല്ല് മുറിവേറ്റ ആട് തിന്നുകഴിയുമ്പോൾ ഇടയൻ അതിനെ പൊക്കിയെടുത്ത് അല്പം മാറ്റി പുൽപ്പുറത്ത് കിടത്തുന്നു. ഇങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ച ശേഷം ഇടയൻ അതിനെ വെള്ളം നിറച്ച കൽപ്പാത്രത്തിന് അടുത്ത് കൊണ്ടുപോയി ദാഹം ശമിപ്പിക്കുന്നു. സന്ധ്യയാകുമ്പോൾ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഈ പ്രക്രിയ ആട് സുഖമാകുന്നതുവരെ ദിവസവും ആവർത്തിക്കുന്നു. സുഖമായി കഴിയുമ്പോൾ ഈ ആട് ഇടയനെ ഒരിക്കലും പിരിയാതെ ഇടയൻ നടത്തുന്ന പാതയിൽ ഇടയനോടുകൂടെ മാത്രം നടക്കും. മേൽപ്പറഞ്ഞ വസ്തുതകൾ ആടിനെ സംബന്ധിച്ചിടത്തോളം ശരിയായതിനാൽ ദാവീദിൻ്റെ അനുഭവം കവിതാത്മകമായി താൻ അവതരിപ്പിക്കുകയാണ് 23-ാം സങ്കീർത്തനത്തിലൂടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു ഇടയൻ്റെ സങ്കീർത്തനമല്ല, മറിച്ച് ഒരാടിൻ്റെ സാക്ഷ്യപത്രമാണെന്ന് പറയാം. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവനായിരുന്നു. എന്നാൽ ഒരു ദിവസം താൻ മനഃപൂർവ്വം പാപം ചെയ്യുകയും കൂട്ടുകാരനെ അപായപ്പെടുത്തി അവൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി എടുക്കുകയും ചെയ്ത ചരിത്രം നമുക്കേവർക്കും അറിയാവുന്നതാണല്ലോ. 1 വർഷത്തോളം താൻ മറ്റുള്ളവരിൽ നിന്നും ഇക്കാര്യം മറച്ചുവെച്ചു. പാപഭാര ചുമടുമായി താൻ കഴിഞ്ഞുകൂടിയ കാലത്തെ അനുഭവമാണ് 38-ാം സങ്കീർത്തനത്തിൽ വിവരിച്ചിരിക്കുന്നത്. യഹോവയുടെ ക്രോധവും ഉഗ്രനീരസവും തൻ്റെ മേൽ ചൊരിയുന്നതായി താൻ പറയുന്നു. ദൈവത്തിൻ്റെ നീരസം ഹേതുവായി തൻ്റെ ദേഹത്തിന് സൗഖ്യമില്ലാതെയായി. അകൃത്യം തൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു. ഭാരമുള്ള ഒരു ചുമടുപോലെ ദാവീദിന് അത് അതികഠിനമായിരുന്നു. തൻ്റെ ഭോഷത്വം ഹേതുവായി ശരീരത്തിലെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. താൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു. ഇടവിടാതെ ദുഃഖിച്ചു നടന്നു. അരയിൽ വരൾച്ച നിറഞ്ഞിരുന്നു. ക്ഷീണിച്ച് അത്യന്തം തളർന്നുപോയി. ഹൃദയത്തിൻ്റെ ഞെരുക്കം നിമിത്തം അലറിക്കൊണ്ടിരുന്നു. ഈ സമയം നാഥാൻ പ്രവാചകൻ എത്തുകയും തൻ്റെ പാപത്തെ ഒരു കഥാരൂപത്തിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഒരു പട്ടണത്തിൽ 2 പുരുഷന്മാരുണ്ടായിരുന്നു. ഒരുത്തൻ ധനവാൻ, മറ്റവൻ ദരിദ്രൻ. ധനവാന് ആടുമാടുകൾ അനവധിയുണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ ഒരു പെൺകുഞ്ഞാടല്ലാതെ വേറൊന്നും ഇല്ലായിരുന്നു. അത് അവൻ്റെ അടുക്കലും അവൻ്റെ മക്കളുടെ അടുക്കലും വളർന്നു വന്നു. അത് അവൻ തിന്നുന്നതിൽ നിന്ന് ഓഹരി തിന്നുകയും അവൻ കുടിക്കുന്നതിൽ നിന്ന് ഓഹരി കുടിക്കുകയും അവൻ്റെ മടിയിൽ കിടക്കുകയും ചെയ്തു. അവന് ഒരു മകളെപ്പോലെയായിരുന്നു. ഒരു ദിവസം ധനവാന്റെ അടുക്കൽ ഒരു വഴിയാത്രക്കാരൻ വന്നു. തൻ്റെ അടുക്കൽ വന്ന വഴിപോക്കിനു വേണ്ടി പാകം ചെയ്യുവാൻ സ്വന്തം ആടുമാടുകളിൽ നിന്ന് ഒന്നിനെ എടുപ്പാൻ മനസ്സില്ലാതെ അവൻ ആ ദരിദ്രൻ്റെ കുഞ്ഞാടിനെ പിടിച്ച് തൻ്റെ അടുക്കൽ വന്ന ആൾക്കുവേണ്ടി പാകം ചെയ്തു. അപ്പോൾ ദാവീദിൻ്റെ കോപം ആ മനുഷ്യൻ്റെ മേൽ ഏറ്റവും ജ്വലിച്ചു. ദാവീദ് നാഥാനോട്, യഹോവയാണേ, ഇത് ചെയ്തവൻ മരണയോഗ്യൻ. അവൻ കനിവില്ലാതെ ഇക്കാര്യം പ്രവർത്തിച്ചതുകൊണ്ട് ആ ആടിനു വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണമെന്ന് പറഞ്ഞു. 2 ശമൂവേൽ 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ നാഥാന്റെ മറുപടി, ആ മനുഷ്യൻ നീ തന്നെ എന്നായിരുന്നു. ദാവീദ് തകർന്നുപോയി. തൻ്റെ പാപം തന്നെ കണ്ടെത്തി. പാപബോധം വന്നപ്പോൾ 51-ാം സങ്കീർത്തനം എഴുതി. ദൈവസന്നിധിയിൽ പാപക്ഷമയ്ക്കായി കരഞ്ഞു. നീ ഒടിച്ച അസ്ഥിയെ സൗഖ്യമാക്കണമേ എന്ന് യാചിക്കുന്നു. പാപക്ഷമ ലഭിച്ച ദൈവത്തിൻ്റെ ആടായ ദാവീദ് തൻ്റെ സ്വന്തം അനുഭവം വിവരിക്കുന്നതാണ് 23-ാം സങ്കീർത്തനം. ഒരിടയൻ അനുസരണം കെട്ട ആടിനോട് ചെയ്യുന്നത് എന്തെല്ലാമാണോ അതെല്ലാം നല്ല ഇടയനായ യഹോവ ദാവീദിനോട് ചെയ്തു. മേൽപ്പറഞ്ഞ വസ്തുതകൾ എല്ലാം തന്നെ ഒരു പുതിയ നിയമ വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മരക്ഷ പ്രാപിച്ചതിന് ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ ആവർത്തിക്കപ്പെടും. അതിനാൽ എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 6-ാം വാക്യം. ഇതുവരെ നാം ചിന്തിച്ചത് പാപക്ഷമയുടെ വ്യവസ്ഥയായിരുന്നു. ഇനി വിതച്ചത് കൊയ്യുന്ന വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാം. ദാവീദ് പാപക്ഷമ പ്രാപിച്ചുവെങ്കിലും താൻ തന്നെത്താൻ വിധിക്കുകയാണ് ചെയ്തത്.
താൻ വിതച്ച വിത്ത് കൊയ്യേണ്ടത് താൻ തന്നെയെന്ന് തൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നു. ഊരിയാവെ കൊന്ന മനുഷ്യന് 4 ഇരട്ടി പകരം കൊടുക്കണമെന്ന് ദാവീദ് അറിയാതെ പറഞ്ഞുപോയി. അതായത്, ഞാൻ ഒരുവനെ കാരണം കൂടാതെ കൊന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ 4 പേർ മരിച്ചോട്ടെ എന്ന് സ്വയം സമ്മതിക്കുകയാണ് ചെയ്തത്. തനിക്ക് തന്നെ വിധിയെഴുതിയ ദാവീദിൻ്റെ വീട്ടിൽ 4 ആൺമക്കൾ തനിക്ക് നഷ്ടമായി എന്ന് പിൽക്കാല ചരിത്രം വ്യക്തമാക്കുന്നു. ദൈവം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നീ എന്നെ നിരസിച്ച് ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തതുകൊണ്ട് വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. നിന്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. 2 ശമൂവേൽ 12-ാം അധ്യായം 10-11 വാക്യങ്ങൾ. പാപക്ഷമ ലഭിച്ചാലും വിതച്ചത് കൊയ്യുമെന്നുള്ളത് പുതിയ നിയമത്തിലും ബാധകമാണ്. വഞ്ചിക്കപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ഗലാത്യലേഖനം 6-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ദാവീദിന്റെ ഭവനത്തിൽ 4 ആൺമക്കൾ കൊല്ലപ്പെടുവാൻ ഇടവന്നു. 4 സ്ത്രീ സംബന്ധമായ വിഷയങ്ങൾ നിമിത്തമാണ് സംഭവിച്ചത്. വ്യഭിചാരത്തിൽ ജനിച്ച കുഞ്ഞിനെ യഹോവ ബാധിച്ചു. ദാവീദ് ഉപവസിക്കുകയും അകത്തു കടന്ന് രാത്രി മുഴുവൻ നിലവിളിക്കുകയും ചെയ്തുവെങ്കിലും ദൈവം വിട്ടുകൊടുത്തില്ല. 2-ാമതായി താമാർ നിമിത്തം ദാവീദിന്റെ മകനായ അമ്നോൻ വാളിനാൽ കൊല്ലപ്പെട്ടു. തുടർന്ന് മറ്റൊരു മകനായ അബ്ശാലോം കൊല്ലപ്പെട്ടു. ശലോമോൻ രാജാവായപ്പോൾ തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ അദോനിയാവിനെ വാൾ കൊണ്ടു കൊന്നു. അങ്ങനെ ഊരിയാവിനെ കൊന്നതിനാൽ 4 പേർ ദാവീദിന്റെ കുടുംബത്തിൽ കൊല്ലപ്പെട്ടു. പുതിയ നിയമവിശ്വാസികളും ഇതേ വ്യവസ്ഥയുടെ കീഴിലാണ്. പാപത്തോട് പോരാടുന്നതിൽ പരാജയപ്പെട്ടാൽ വിതച്ചത് കൊയ്യേണ്ടി വരും. ഒന്നുകിൽ ശരീരത്തെ ജഡസംഹാരത്തിനായി ദൈവം ഏൽപ്പിക്കും, അല്ലെങ്കിൽ അടുത്ത തലമുറയിൽ മക്കളെ കണ്ടെത്തും. അതുമല്ലെങ്കിൽ ഈ ലോകത്തിലെ നീതിന്യായ വ്യവസ്ഥ കണ്ടെത്തും. അവിടെ നിന്നും രക്ഷപ്പെട്ടാൽ ക്രിസ്തുവിൻ്റെ ന്യായവിധിയിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ കഴിയുകയില്ല. ഒരു സംഭവം ഓർക്കുന്നു. അമേരിക്കയിലെ മിനസോട്ട എന്ന പട്ടണത്തിൽ ധനികനായൊരു കർഷകൻ ജീവിച്ചിരുന്നു. തൻ്റെ അയൽവാസിയായ മനുഷ്യനുമായി കടുത്ത ശത്രുതയിലായിരുന്നു അയാൾ. ഒരു ദിവസം തൻ്റെ ശത്രുവായ മനുഷ്യൻ തൻ്റെ കൃഷിയിടത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ അടിച്ചുകൊന്നു. സംഭവം ആരും കണ്ടില്ലെന്ന് മനസ്സിലാക്കിയ കൊലപാതകി തൻ്റെ വളർത്തുനായുടെ ചങ്ങല ഊരിയെടുത്ത് ശവത്തെ ഒരു കല്ലുമായി ബന്ധിച്ച് തൻ്റെ കൃഷിയിടത്തിലെ കുളത്തിൽ താഴ്ത്തിക്കളഞ്ഞു. കുറെ കുമിളകൾ മാത്രം വെള്ളത്തിൽ നിന്നും പൊങ്ങിവന്ന് സാക്ഷികളായി നിന്നു. അയാൾ വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും മനസാക്ഷിയിൽ നിന്നും ആ വെള്ളക്കുമിളകൾ മാഞ്ഞുപോയില്ല. കൊല്ലപ്പെട്ട മനുഷ്യനെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷണം നടത്തിയെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. നീണ്ട 10 വർഷം കഴിഞ്ഞെങ്കിലും മനസാക്ഷിക്കൊത്ത് അയാളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു. തുടർന്ന് അയാൾ തൻ്റെ കൃഷിയിടവും സ്വത്തും വിറ്റ് 1500 മൈൽ അകലെയുള്ള എസ്റ്റേറ്റിലേക്ക് മാറി താമസിച്ചു. കൊലപാതകത്തിന് ശേഷം ഏകദേശം 40 വർഷം പിന്നിട്ട് വൃദ്ധനായി അയാൾ തൻ്റെ എസ്റ്റേറ്റ് വീട്ടിൽ വിശ്രമിക്കുകയാണ്. മിനസോട്ടയിൽ ആ വർഷം കടുത്ത വരൾച്ചയുണ്ടായി. നദികളും കുളങ്ങളുമെല്ലാം വറ്റിവരണ്ടു. കൂട്ടത്തിൽ അയൽവാസിയുടെ ജഡം കിടന്ന കുളവും പറ്റി. ജീർണിച്ച അസ്ഥികൂടവും അതിനെ ചുറ്റിയ ചങ്ങലയും വലിയ കല്ലും കാണായി വന്നു. സംഭവം പോലീസ് അറിഞ്ഞു. അന്വേഷണം ആരംഭിച്ചു. 40 വർഷം മുമ്പ് കാണാതെ പോയ മനുഷ്യൻ്റെ അസ്ഥികൂടമാണെന്ന് തെളിഞ്ഞു. പോലീസ് വിശദമായി പരിശോധിച്ചപ്പോൾ അതിൻ്റെ അറ്റത്തായി 3 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കാണപ്പെട്ടു. ഈ അക്ഷരങ്ങളുടെ പിന്നാലെ അന്വേഷണം നീണ്ടപ്പോൾ അത് മുമ്പ് ആ കൃഷിയിടത്തിൻ്റെ ഉടമയിലാണ് ചെന്നെത്തിയത്. പോലീസ് 1500 മൈൽ അകലെ താമസിക്കുന്ന വൃദ്ധൻ്റെ വീട്ടിലെത്തി. ചെങ്ങലയുടെ ഉടമസ്ഥൻ താനാണെന്നും പിന്നാലെ കൊലപാതക വിവരങ്ങളും അയാൾ പോലീസിനോട് തുറന്നു പറഞ്ഞു. തൻ്റെ പാപം തന്നെ കണ്ടെത്തി കോടതി തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചു. പ്രിയ സ്നേഹിത, മനുഷ്യൻ കാണാതെ നിനക്ക് മറഞ്ഞിരിപ്പാൻ കഴിയും. എന്നാൽ സകല ഹൃദയങ്ങളെയും അറിയുന്നവനായ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നും നിനക്ക് മറഞ്ഞിരിപ്പാൻ കഴിയുകയില്ല. നിന്റെ പാപം നിന്നെ കണ്ടെത്തുന്നതിന് മുമ്പ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ വിശുദ്ധീകരണം പ്രാപിക്കുവാൻ ശ്രമിക്കുക.
ഇന്നത്തെ ഓഡിയോ ബുക്ക് ICPF ആന്തത്തോടുകൂടി അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ.